14 സ്റ്റോക്ക് മാർക്കറ്റ് കൂട്ടത്തകർച്ചയാകുമോ? ബീഹാർ ഇലക്ഷനിൽ NDA മുന്നണി വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. എന്നാൽ ഫലം മറിച്ചാണെങ്കിൽ അത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവിന് കാരണമാകാം. നിഫ്റ്റി ലെവലുകൾ അടക്കമുള്ള വിവരങ്ങൾ നോക്കാം. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. രണ്ടാം ഘട്ട പോളിംഗ് ഇന്നലെ അവസാനിച്ചു. 20 ജില്ലകളിലെ 122 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. നവംബർ 14 വെള്ളിയാഴ്ച രാവിലെ മുതൽ വോട്ടെണ്ണുകയും ഫലങ്ങൾ ലഭ്യമായി തുടങ്ങുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ഓഹരി വിപണിയെ എത്തരത്തിലായിരിക്കും സ്വാധീനിക്കുക? നിഫ്റ്റി വിശകലനം ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിവിധ എക്സിറ്റ് പോളുകൾ BJP നയിക്കുന്ന NDAയുടെ വിജയമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ഇതിനു വിരുദ്ധമായാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. NDA പരാജയപ്പെടുന്ന പക്ഷം നിഫ്റ്റി സൂചികയിൽ 57% താഴ്ചയാണ് പ്രവചിക്കുന്നത്. പിന്നീട് പുതിയ സർക്കാരിന്റെ ധനനയം സംബന്ധിച്ച വ്യക്തത വരുന്നത് സൂചികയെ സ്വാധീനിക്കുകയും ചെയ്യാം. ആധിപത്യമുള്ള മുന്നണിയുടെ ഭരണം കൂട്ടുകക്ഷി ഭരണത്തിന് വഴിമാറുന്നത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടിവിന് കാരണമാകാമെന്ന് ഇൻക്രെഡ് സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നു. 2024 വർഷത്തിലും തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇങ്ങനെ സംഭവിച്ചു. ഒറ്റ ദിവസം നിഫ്റ്റി 6% വരെ വീണു. നയങ്ങളുടെ തുടർച്ച, ധനനയം, പരിഷ്കരണങ്ങൾ എന്നിവ സംബന്ധിച്ച് നിക്ഷേപകർക്ക് ആശങ്കയുണ്ടാകാമെന്നത് ഇതിന് കാരണം. ഇത്തരം മാറ്റങ്ങൾ ഹ്രസ്വകാലത്തിൽ കനത്ത വീഴ്ചകൾക്ക് കാരണമാകും. ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, PSU സെക്ടറുകളിൽ മൊമെന്റം നഷ്ടപ്പെടാം. ഇതേസമയം കൺസപ്ഷൻ, റീജിയണൽ, SMA എന്നിങ്ങനെയുള്ള മേഖലകളിലെ ഓഹരികൾ നേട്ടമുണ്ടാക്കാം. 7 എക്സിറ്റ് പോളുകൾ NDAയുടെ വലിയ വിജയമാണ് പ്രവചിച്ചിട്ടുള്ളത്. 243 സീറ്റുകളിൽ 146 സീറ്റുകൾ NDA നേടുമെന്നാണ് കണക്കുകൾ. RJD, കോൺഗ്രസ്, ഇടത് കക്ഷികൾ എന്നിവർ ഉൾപ്പെടുന്ന മുന്നണി 90 സീറ്റുകൾ നേടും. ജൻ സ്വരാജ് പാർട്ടി 2 സീറ്റുകളിൽ വിജയിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു. യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് ബീഹാർ ഇലക്ഷനിലെ പ്രധാന തീം ആയി മാറിയിരിക്കുന്നത്. അഴിമതി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും വിഷയങ്ങളായി. നിഫ്റ്റി ലെവലുകൾ. നിഫ്റ്റി 25,300 മുതൽ 25,350 നിലവാരത്തിൽ തുടരുമ്പോളം താഴ്ചകൾ വാങ്ങൽ അവസരങ്ങളായി പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് സാംകോ സെക്യൂരിറ്റീസ് ഡെറിവേറ്റീവ് അനലിസ്റ്റ് ദുബേഷ് ദമീജ പറഞ്ഞു. നിലവിൽ സൂചിക 25,800 നിലവാരം ബ്രേക്ക് ചെയ്ത് ബുള്ളിഷ് മൊമെന്റം തുടരുന്നതിന്റെ സൂചനയാണ്. 25,350 നിലവാരത്തിന് താഴേക്ക് സൂചിക പോയാൽ കൂടുതൽ ഇടിവുകൾക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഇവിടെ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപ വ്യാപാര നിർദ്ദേശങ്ങളല്ല, ലഭ്യമായ വിവരങ്ങളാണ്. നിക്ഷേപകർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ തീരുമാനങ്ങൾ എടുക്കുക.